So let's start our next topic, that is debt and equity. നമ്മൾ ഓൾറെഡി ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റീനെ പറ്റിയിട്ട് പറഞ്ഞിട്ടില്ല. ഓൾറെഡി ടാൻജിബിൾ അസറ്റ്സ് എന്താണ്, ഇൻടാൻജിബിൾ അസറ്റ്സ് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്. സോ വി ക്യാൻ ഡിസ്കസ് അബൌട്ട് വാട്ട് ഈസ് ഡെപ്റ്റ് ആൻഡ് വാട്ട് ഈസ് ഇക്വിറ്റി. സോ മീനിങ് ഓഫ് ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ അറിയാം, ലൈക്ക് കടത്തിനെയാണ് ഡെപ്റ്റ് എന്ന് പറയാം. സോ എന്താണ് ഡെപ്റ്റ്? ഡെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് എൻ എമൗണ്ട് ഓഫ് മണി ബോറോഡ് ബൈ വൺ പാർട്ടി ഫ്രം അനദർ. Debt is used by many corporations and individuals as a method of making large purchases that they could not afford under normal circumstances. So എങ്ങനെയാണ് നമുക്കിപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് എടുത്തിട്ട് വാങ്ങിക്കാൻ പറ്റാത്ത സിറ്റുവേഷനിലാകുമ്പോഴത്തേനും നമ്മൾ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് ലൈക്ക് എന്താ പറയുക, ഇതെടുത്തിട്ട് എമൗണ്ട് എടുത്തിട്ട് വാങ്ങിക്കുന്നതിനെയാണ് നമ്മളെപ്പോഴും ഡെപ്റ്റ് എന്ന് പറയുക. So debt is a form of money borrowed by one party from another. Debt is used by many corporations and individuals as a method of making large purchases that they could not afford under normal circumstances. A debt arrangement gives the borrowing party permission to borrow money under the condition that is to be paid back at the later stage with interest. ഓട് കൂടിയിട്ട് നമ്മൾ പിന്നീട് അത് എന്ത് ചെയ്യുന്നു, തിരിച്ചു കൊടുക്കാറുണ്ട് അല്ലേ. അപ്പോൾ അതിനെയാണ് ഡെപ്റ്റ് എന്ന് പറയുക. പിന്നെ ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ് എന്ന് പറയും. ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ് ഞാനിവിടെ കൊടുത്തിട്ടില്ലെങ്കിൽ ഞാൻ പറയാം. ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ആർ അസറ്റ്സ് ദാറ്റ് റിക്വയർ എ ഫിക്സഡ് പേയ്മെൻറ്റ് ടു ദ ഹോൾഡർ, യൂഷ്വലി വിത്ത് ഇൻട്രസ്റ്റ് റേറ്റ്. അതാണ് എക്സാമ്പിൾസ് ഓഫ് ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ആർ ഇൻക്ലൂഡ്സ് ബോണ്ട്സ്, ഡിബെഞ്ചേഴ്സ്, ഗവൺമെൻറ് ഓർ കോർപ്പറേറ്റ് ആൻഡ് മോർഗേജസ്. ഇതെല്ലാം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഗവൺമെൻറ്റിൻ്റെ സെക്യൂരിറ്റീസ് ആണ് ഇതെല്ലാം. അപ്പോൾ ഇതെല്ലാം ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റിനകത്ത് വരും. ഇൻ സിമ്പിൾ വേർഡ്സ്, debt is borrowing money from someone and offering him interest rate and guarantee to repay the principal after the particular day. ഒരു പെർട്ടിക്കുലർ ഡേറ്റിന് ശേഷം നമ്മൾ ആ എമൗണ്ട് നമ്മൾ എന്തെങ്കിലും സെക്യൂരിറ്റീസോ ഇപ്പോൾ വീടിൻ്റെ ഡോക്യുമെൻറ്റ്സോ അല്ലെങ്കിൽ വേറെ ലാൻഡിൻ്റെ ഡോക്യുമെൻറ്റ്സോ എല്ലാം വെച്ചിട്ട് നമ്മൾ വാങ്ങിക്കുന്നതിനെയാണ് എന്ത് പറയുക, ഡെപ്റ്റ് എന്ന് പറയാം. സോ ബോണ്ട്സ് ആൻഡ് ഡെബിറ്റ്സ് ആർ കൺസിഡേർഡ് ടു ബി ലെസ് റിസ്കി ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ബോണ്ട്സ് മാർക്കറ്റ് റിട്ടേൺ ആൻഡ് ലെസ് വേരിയബിൾ. അപ്പോൾ ഇതൊക്കെ ഡെപ്റ്റിനകത്ത് വരും. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ടാവും, എമൗണ്ട് കൊടുക്കും, നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ദെൻ ഈക്വിറ്റി. എന്താണ് ഈക്വിറ്റി? ദ വാല്യൂ ഓഫ് എൻ അസെറ്റ് ലെസ് ദ വാല്യൂ ഓഫ് ഓൾ ലയബിലിറ്റീസ് ഓൺ ദാറ്റ് അസെറ്റ് ഈസ് കോൾഡ് ഈക്വിറ്റി. അതായത് നമ്മളൊരു അസെറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ബിൽഡിംഗ്, ഒരു അസെറ്റ് ഉണ്ട് നമുക്ക്. ആ അസെറ്റിൻ്റെ വാല്യൂ മൈനസ് ലയബിലിറ്റി. ലയബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ കടങ്ങൾ, അതിനെ ഡിവൈഡ് ചെയ്തിട്ട് കിട്ടുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഈക്വിറ്റി എന്ന് പറയുക. ജനറലി സ്പീക്കിംഗ്, ദ ഡെഫിനിഷൻ ഓഫ് ഈക്വിറ്റി ക്യാൻ ബി റെപ്രസെൻറ്റ് വിത്ത് ദ അക്കൗണ്ടിംഗ്. ഇറ്റ് ബിക്കോസ് എ വെറൈറ്റി ഓഫ് ടൈപ്പ് ഓഫ് അസെറ്റ്സ് ദാറ്റ് എക്സിസ്റ്റ്, സിമ്പിൾ ഡെഫിനിഷൻ ക്യാൻ ഹാവ് സംവാട്ട് ഡിഫറെൻറ്റ് മീനിങ് വെൻ റെഫറിങ് ടു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് അസെറ്റ്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് അസെറ്റിനെ വെച്ചിട്ട് ഈക്വിറ്റി എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിട്ട് മാറാനായിട്ടുള്ള സാധ്യത ഉണ്ട്. സോ ദെൻ ഐ ജസ്റ്റ് എക്സ്പ്ലെയിൻ ഇറ്റ്. ഈക്വിറ്റി ഓർ സ്റ്റോക്സ് ആർ സെക്യൂരിറ്റീസ് ദാറ്റ് ആർ ക്ലെയിം ഓൺ ദ ഏർണിംഗ് ആൻഡ് അസെറ്റ്സ് ഓഫ് ദ കോർപ്പറേഷൻ എന്ന് പറയുന്നത്. എൻ എക്സാമ്പിൾ ഓഫ് എൻ ഈക്വിറ്റി ഇൻസ്ട്രുമെൻറ്റ് വുഡ് ബി കോമൺ സ്റ്റോക്ക് ഷെയർസ് സച്ച് ആസ് those traded on the Bombay Stock Exchange. അപ്പോൾ ട്രേഡ് ഷെയർസ് ആണ് ഈക്വിറ്റിക്കകത്ത് കൂടുതൽ വരിക. ദ ഈക്വിറ്റി മാർക്കറ്റ് ഓൾസോ റെഫർ ടു എ സ്റ്റോക്ക് മാർക്കറ്റ് ഈസ് എ മാർക്കറ്റ് ഫോർ ട്രേഡിംഗ് ഈക്വിറ്റി ഇൻസ്ട്രുമെൻറ്റ്. ഈക്വിറ്റി ഈസ് ആക്ച്വലി ടേക്കിംഗ് മണി ഫ്രം, ഇവിടെ ശ്രദ്ധിക്കണം, മണി ഫ്രം സം വൺ ആൻഡ് ഓഫറിംഗ് ഹിം പാർട്ട് ഓഫ് ഓണർഷിപ്പ് ഓഫ് ദ കമ്പനി. ഈക്വിറ്റി, ഇപ്പോൾ ഒരു കമ്പനി നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, ഈക്വിറ്റി എന്താ ചെയ്യുക, ഇപ്പോൾ ഞാൻ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആ കമ്പനിക്കകത്ത് പാർട്ടാവാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ it is equally the money from someone and offering him part of ownership നമ്മൾ കൊടുക്കുന്നു. അതിനെയാണ് ഈക്വിറ്റി എന്ന് പറയാം. ദെൻ ഷെയർസ് വരും, പ്രിഫറൻസ് ഷെയർസ് വരും. വെഞ്ചർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂലധനത്തിൻ്റെ ഒരു ഭാഗം. ദെൻ ഏഞ്ചൽ ഇൻവെസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഒരു പാർട്ടാണ് ട്രേഡിങ്ങിൻ്റെയൊക്കെ. അപ്പോൾ ഇതൊക്കെയാണ് ഈക്വിറ്റി ഇൻസ്ട്രുമെൻറ്റിനകത്ത് വരുന്നത്. ഇനി നമുക്ക് നോക്കാം എന്താണ് ഇത്. ഞാൻ ജസ്റ്റ് ഇത് മെൻഷൻ ചെയ്തെന്നുള്ളൂ, യു ഡോണ്ട് നീഡ് ടു റീഡ് ദിസ്. ഇതൊക്കെയാണ് അതിൻ്റെ ഡിഫറൻസ് ബിറ്റ്വീൻ എന്താണ് ഡെപ്റ്റ് ആൻഡ് ഈക്വിറ്റി എന്താണെന്നുള്ളതാണ് വരുന്നത്. അപ്പോൾ ഞാൻ പറയാം, ഡെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ഡെപ്റ്റ് ഓർ ബോണ്ട്സ് ഇൻസ്ട്രുമെൻറ്റ് ആർ ഓൺലി റെപ്രസെൻറ്റ് ഫിനാൻഷ്യൽ ഇൻട്രസ്റ്റ് ഇൻ ദ കമ്പനി. പക്ഷേ ഈക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ് റെപ്രസെൻറ്റ് ആൻഡ് ഓണർഷിപ്പ് ഇൻട്രസ്റ്റ് ഇൻ ദ കമ്പനി. ഡെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫിനാൻഷ്യൽ ഇൻട്രസ്റ്റ് മാത്രമാണ്. അവിടെ നമുക്ക് വേറൊരു ഫിനാൻഷ്യലി ഒരു ഇൻട്രസ്റ്റ് മാത്രമാണ് കൊടുക്കുന്നത്, അതിനകത്ത് വേറെ ഒന്നുമില്ല. പക്ഷേ ഈക്വിറ്റി ആകുമ്പോഴത്തേന് ഓണർഷിപ്പാണ് വരുന്നത്, നമുക്ക് അതിനകത്ത് ഒരു പാർട്ട് കിട്ടും. ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഡെപ്റ്റ് സെക്യൂരിറ്റീസ് ടിപ്പിക്കലി ഇൻവോൾവ് റിസ്ക് ഉണ്ട്. ഇതിനകത്ത് ഹൈ റിസ്ക് ആണ് ഓണർഷിപ്പ് ഈക്വിറ്റിക്കകത്തുള്ളത്. ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ ലോവർ പൊട്ടൻഷ്യൽ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, അത് ഹയർ റിട്ടേൺ ആണ്. ഇത് ഈക്വിറ്റിക്ക് ഹയർ ആണ് കിട്ടുക, റിസ്കിന് ഡെപ്റ്റിന് കുറവ് കിട്ടും. ഡെപ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ആർ ലെസ് വൊളാറ്റബിൾ ഇൻവെസ്റ്റ്മെൻറ്റ്. സ്റ്റോക്ക് മാർക്കറ്റ് ഹാവ് ദ പൊട്ടൻഷ്യൽ ടു വൊളാറ്റൈറ്റ് ആൻഡ് എക്സ്പീരിയൻസ് ഡ്രമാറ്റിക് ഫ്ലക്ച്വേഷൻ. വൊളാറ്റൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ
റൊട്ടേറ്റ് ചെയ്യാനുള്ള പവർ അതിന് കൂടുതലായിരിക്കുന്നു. കാരണം എന്താണ്, ഈക്വിറ്റി എന്ന് പറയുന്നത് നമ്മൾ കൂടുതൽ റിസ്ക് എടുത്തിട്ട് കൂടുതൽ ഓണർഷിപ്പ് പ്രതീക്ഷിച്ചിട്ട് ചെയ്യുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ളൊരു ഡിഫറൻസ് അതിനകത്ത് കാണാൻ സാധിക്കും. ബോണ്ട് ഓർ ഈക്വിറ്റി ഹോൾഡേഴ്സ് ഡു നോട്ട് ഗെയിൻ ഓണർഷിപ്പ് ഇൻ ദ ബിസിനസ്, പക്ഷേ മറ്റേതിനകത്ത് ക്യാൻ ക്ലെയിം ഓണർഷിപ്പ് ഇൻ ദ ബിസിനസ്. ദർ ഈസ് നോ വോട്ടിംഗ് റൈറ്റ് ടു ഡെപ്റ്റ് ഹോൾഡേഴ്സ്. ദ റൈറ്റ് ടു വോട്ട് ഓൺ ദ ഇഷ്യൂസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഏതിനകത്തുള്ളത്, എന്താണോ ഡെപ്റ്റ് പറയുന്നതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ഈക്വിറ്റി വരുന്നത്. ഡ്യൂറിങ് ദ ടൈം ഓഫ് ക്രൈസിസ് ഓർ ട്രബിൾസ് ഇൻ ദ കമ്പനി ദ ബോണ്ട് ഹോൾഡേഴ്സ് ആർ പെയ്ഡ് ഫസ്റ്റ് ബിഫോർ അതർ എക്സ്പെൻസ് ആർ പെയ്ഡ്. അതായത് ആദ്യം തന്നെ ബോണ്ട് ഹോൾഡേഴ്സിനെയാണ് ഡെപ്റ്റ് ടൈമിൽ നമ്മൾ കൺസിഡർ ചെയ്യുക, അവർക്കാണ് ഫസ്റ്റ് പേ ചെയ്യുക. ഷെയർ ഹോൾഡേഴ്സ് ആർ ഈക്വിറ്റിയിൽ വരുന്നതോ ഷെയർ ഹോൾഡേഴ്സ് ആർ ലെസ് ലൈക്ലി ടു ബി റിസീവ് എനി കോമ്പൻസേഷൻ ഇൻ ദിസ് സെനേറിയോ. അത് കൂടുതൽ റിട്ടേൺ കിട്ടുന്നത് കൊണ്ടും കൂടുതൽ റിസ്ക് ഉള്ളത് കൊണ്ടും ഷെയർ ഹോൾഡേഴ്സ് ആർ ലെസ് ലൈക്ലി ടു റിസീവ് എനി കോമ്പൻസേഷൻ ഡ്യൂറിങ് ദിസ് ടൈം. സോ ദെൻ ഹൗ ഡു ഇക്വിറ്റി മാർക്കറ്റ് വർക്ക്? മീനിങ് ഓഫ് ഇക്വിറ്റി നമ്മൾ എന്താണെന്ന് പഠിച്ചു. ദെൻ റിസ്ക് ആൻഡ് റിട്ടേൺ. ഇക്വിറ്റി മാർക്കറ്റ് ആർ റിസ്കിയർ ദാൻ ഡെപ്റ്റ് മാർക്കറ്റ്. ലിസ്റ്റഡ് ഷെയർസ് ആർ traded daily between the market hours. Their return are not guaranteed. They either come in the form of a dividend or by selling your investment in the market at higher market rate. How do debt market work? While equity is in the form of owned capital, debt is a form of borrowed capital. Equity എന്ന് പറയുമ്പോൾ നമുക്ക് ഓൺ ക്യാപിറ്റൽ തന്നെയാണ്, പക്ഷേ ഡെപ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ വേറെയുള്ളവർ കയ്യിൽ നിന്ന് ബോറോ ചെയ്യുന്നതാണ്. The central or state government raise money from the market by issuing government securities on bonds. In effect, the government is borrowing money from you and will pay interest to you at a regular intervals. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിൻ്റെ ഡിഫറൻസ് ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തതാണ്. സോ ദീസ് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡെപ്റ്റ്